റമളാനിൻ 12-ലെ തിങ്കളിൽ റബ്ബിൻ വിധിയായി വാർത്ത വന്ന് ഞങ്ങളിൽ. റഹ്മാനേ ആ നാളതോർത്ത് വിങ്ങലിൽ. റബ്ബേ ദർജയേറ്റണം ഹുസൈനുപ്പാപ്പയിൽ. റമളാനിൻ 12-ലെ തിങ്കളിൽ റബ്ബിൻ വിധിയായി വാർത്ത വന്ന് ഞങ്ങളിൽ. റഹ്മാനേ ആ നാളതോർത്ത് വിങ്ങലിൽ. റബ്ബേ ദർജയേറ്റണം ഹുസൈനുപ്പാപ്പയിൽ. റമളാൻ 12 ദിനം 2 മുന്നിൽ പൊന്നാരുപ്പാപ്പ വിളിച്ചതല്ലേ. നോമ്പ് തുറക്കുവാൻ വീട്ടിൽ വന്നെത്തുവാൻ ഏവരും സമ്മതം മൂളിയില്ലേ. ദിനം അതിരാവിലെ തന്നെ എത്തണം. എന്നേറ്റം സന്തോഷമായി തീർക്കണം. എൻ്റെ മക്കൾ മരുമക്കൾ പേരമക്കളും ഒന്നു ചേർന്നാ ദിനം ഭംഗിയാക്കണം. നാട്ടിലുള്ളോരെല്ലാം എത്തി രാവിലെ. മുത്ത് ഉപ്പാപ്പയേറെ ആനന്ദത്തിലെ. നെഞ്ചിൽ ചേർത്തവർ സ്വീകരിച്ചു ഹരമിലെ. എന്ത് സന്തോഷമാണെന്ന ബൈത്തിലെ. റമളാനിൻ 12-ലെ തിങ്കളിൽ റബ്ബിൻ വിധിയായി വാർത്ത വന്ന് ഞങ്ങളിൽ. റഹ്മാനേ ആ നാളതോർത്ത് വിങ്ങലിൽ. റബ്ബേ ദർജയേറ്റണം ഹുസൈനുപ്പാപ്പയിൽ. ളുഹറിൻ സമയമാവണ്. കുളിച്ച് ശുദ്ധിയാവണ്. വുളുവോടെ പൊന്നുപ്പാപ്പ ഒരുങ്ങണ്. ബാങ്കിനാദം കേൾക്കണ്. നേരം ജവാബുരയണ്. ബാങ്കിൻ ദുആ കഴിഞ്ഞ് മക്കളോട് ചൊല്ലണ്. അസ്സലാമു അലൈക്കും യാ മക്കളെ. ഞാൻ നിസ്കരിച്ച് വരാം പൊന്ന് പൂക്കളെ. നിങ്ങളും നിസ്കാരത്തിനായി പോകണം. പുണ്യ ജമാഅത്ത് കൈവിടാതെ നോക്കണം. അവസാനം അതും പറഞ്ഞ പോയതാ. എൻ്റെ ഉപ്പാപ്പ ദുഹർ നിസ്കരിച്ചതാ. റബ്ബിൻ മുന്നിൽ സുജൂദിലായി വീണതാ. റബ്ബിൻ റഹ്മത്തിലേക്കായി പറന്നതാ. റമളാനിൻ 12-ലെ തിങ്കളിൽ റബ്ബിൻ വിധിയായി വാർത്ത വന്ന് ഞങ്ങളിൽ. റഹ്മാനേ ആ നാളതോർത്ത് വിങ്ങലിൽ. റബ്ബേ ദർജയേറ്റണം ഹുസൈനുപ്പാപ്പയിൽ. റമളാനിൻ 12-ലെ തിങ്കളിൽ റബ്ബിൻ വിധിയായി വാർത്ത വന്ന് ഞങ്ങളിൽ. റഹ്മാനേ ആ നാളതോർത്ത് വിങ്ങലിൽ. റബ്ബേ ദർജയേറ്റണം ഹുസൈനും